റിയൽമിയുടെ റിയൽമി 9i 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 9i 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമി 9i 5Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുണ്ട്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണുകളിലും ഇപ്പം പഞ്ചോൾ ഡിസൈനൊക്കെയാണ് വരുന്നത്. ഈവൻ പല 5G ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ കൂടെ പഞ്ചോളും കൂടി ഒഴിവാക്കിയത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏകദേശം 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 15,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഈ ഫോണിൽ വരുന്നില്ല. ഇപ്പം ഒരു കമ്പാരിസൺ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 12,250 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G51 5G എന്ന ഫോൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് LCD പാനലാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ ആ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന G71 5G എന്ന ഫോണിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ ലഭിക്കുന്നുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും. പിന്നെ പറയേണ്ട ഒരു കാര്യം, മോട്ടോ G71 5G എന്ന ഫോണിൻ്റെ 6GB RAM 128GB ഇന്റേണൽ വെർഷനാണ് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ 6GB RAM വെർഷൻ്റെ വില ഇതിലും കൂടുതൽ വരുന്നുണ്ട്. പിന്നെ കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെയും ഫോണുകൾ വരുന്നുണ്ട്. റെഡ്മി നോട്ട് 11T 5G പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിൽ നമുക്ക് LCD പാനലാണ് ലഭിക്കുന്നത് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ പഞ്ചോൾ ഡിസൈനൊക്കെ അതിൽ വരുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 187 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.1 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ ലേസർ ലൈറ്റ് ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് പഴയ CD എന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റോക്കിംഗ് ബ്ലാക്കും അതുപോലെ തന്നെ മെറ്റാലിക്ക ഗോൾഡും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫോണിൽ mediatek dimensity 810 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G71 5G എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സർ ഈ പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ്. ഭയങ്കര വലിയൊരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സ്ലൈറ്റ്ലി ബെറ്ററാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡൈനാമിക് റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഒരു പോർട്രേറ്റ് ലെൻസും അതുപോലെ തന്നെ ഒരു മാക്രോ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കമ്പാരിസൺ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 ഫോണുകളാണ് മോട്ടോ G51 5G, അതുപോലെ തന്നെ മോട്ടോ G71 5G, പിന്നെ റെഡ്മി നോട്ട് 11T 5G ഒക്കെ. ഈ 3 5G ഫോണുകളിലും ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ അത് മിസ്സിംഗ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAhന്റെ ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കമ്പാരിസന് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മോട്ടോ G71 5Gയിലും അതുപോലെ തന്നെ റെഡ്മി നോട്ട് 11T 5Gയിലും
33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. അതുപോലെ തന്നെ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. HDFCയുടെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 24 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു 5G ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G71 5G എന്ന ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്, പഞ്ചോൾ ഡിസൈൻ ലഭിക്കുന്നുണ്ട്, ബെറ്റർ ആയിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വലിയൊരു വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്ലൈറ്റ്ലി ബെറ്റർ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള 5G പ്രോസസ്സർ ആയിരിക്കും. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ്മി നോട്ട് 11T 5G എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അതിലും വരുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഫോണിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണുകളുടെ 6 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വിലയാണ് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നത്. റിയൽമി 9i 5G എന്ന ഫോണിൻ്റെ 6 GB റാം വെർഷൻ്റെ വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇനി ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന മോട്ടോ G51 5G എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിലെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും അതിൽ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അതിൽ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നത്. ആ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 480+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു പ്രോസസ്സറായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്നാലും വിലയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ലോണം വ്യത്യാസം വരുന്നുണ്ട്. ഏകദേശം 2,750 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമിയുടെ Realme 9 5G എന്ന ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിനേക്കാളും 1,000 രൂപ കൂടുതലാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് വരുന്നത്. ആ ഒരു ഫോണിൽ പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബാക്കി പല കാര്യങ്ങളും ഏകദേശം അടുത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഇങ്ങനെ വലിയ ചേഞ്ച് ഇല്ലാതെ പുതിയൊരു സ്മാർട്ട് ഫോണും കൂടി ലോഞ്ച് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും Realme 9i 5G എന്ന ഫോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഒത്തിട്ട് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോമ്പറ്റീഷനിൽ വരുന്ന പല ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ മിസ്സിംഗ് ആണ്. പ്രത്യേകിച്ച് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് ഇത് നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.